വാഹനങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു പുതിയൊരു സിസ്റ്റമാണ് ഈ കോൾ. ഇപ്പോൾ ദുബായിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഓരോ കോച്ചിലും നമുക്കൊരു എമർജൻസി കോൾ സിസ്റ്റം, ഒരു ബസറിൻ്റെ ഒരു ബസർ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർക്ക് ആ കോൾ ഈ അതോറിറ്റീനെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ ആംബുലൻസിനും പോലീസിനൊക്കെ പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിൽ ചെയ്യാം. ദിനേശാണ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ കോൾ സിസ്റ്റത്തെ പറ്റിയാണ്. അതായത് ദുബായിൽ അല്ലെങ്കിൽ UAE വരാൻ പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു പുതിയൊരു സിസ്റ്റമാണ് ഈ കോൾ സിസ്റ്റം. ഇതിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടിയ മന്ത്രിസഭാ യോഗം, UAE മന്ത്രിസഭാ യോഗം തത്വത്തിൽ അനുമതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE നമുക്കറിയാം, നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് വാഹനങ്ങൾ സ്വന്തമായിട്ട് ഉള്ളതും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന എല്ലാം നമ്മുടെ സ്വന്തം വാഹനത്തിലാണ്. അപ്പോൾ ഈ വാഹനങ്ങളുള്ള അപകട നിരക്ക് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ മരണനിരക്ക്, അപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. അതായത് 2023 കണക്ക് പ്രകാരം UAE 3% കൂടുതലാണ്. 2022 അപേക്ഷിച്ച് 3% കൂടുതൽ വാഹനാപകടങ്ങളും മരണങ്ങളുമാണ് UAE 2023 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫസ്റ്റ് റെസ്പോൺസ് ടീമിൻ്റെ എത്തിപ്പെടാനുള്ള സമയം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോൾ സിസ്റ്റം എന്ന സമ്പ്രദായം നിലവിൽ വരുന്നത്. 2022 കൂടുതലായിരുന്നു 2021 മരണനിരക്കെങ്കിലും 2023 അത് 3% കൂടിയെന്നാണ് UAE നമ്മളെ അറിയിക്കുന്നത്. അതായത് 2023 352 പേരാണ് അപകടങ്ങൾ മൂലം മരിച്ചതെങ്കിൽ 2022 343 പേരാണ് മരിച്ചത്. ആ ഒരു 3% വർധനവ് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക്. കാരണം നമുക്കറിയാം UAE എപ്പോഴും പരമാവധി നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് UAE. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഈ മരണനിരക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കോൾ സിസ്റ്റം നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മൾ മെട്രോയിൽ ഇപ്പോൾ ദുബായിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഓരോ കോച്ചിലും നമുക്കൊരു എമർജൻസി കോൾ സിസ്റ്റം, ഒരു ബസറുണ്ട്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഓപ്പറേറ്റർ എടുത്ത് നമ്മളോട് എന്താ പറ്റിയത്, എന്താണ് സിറ്റുവേഷൻ എന്ന് ചോദിക്കും. നമ്മൾ ചിലപ്പോൾ അറിയാതെ കൈ തട്ടിയിട്ടൊക്കെ നമ്മൾ ഇടയ്ക്ക് ക്ലിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ, ആ ബസർ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പറേറ്റർ എടുത്തിട്ട് യെസ് ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു നമ്മൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ സിസ്റ്റം ആണ് നമ്മൾ എല്ലാ വാഹനങ്ങളിലും ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഐഫോണിലൊക്കെ ഓൾറെഡി ഈ ക്രാഷ് ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഐഫോൺ സ്വന്തമായി ഡിറ്റക്റ്റ് ചെയ്ത് അത് എമർജൻസി കോളുകളിലേക്ക് ഒരു കോള് പോകുന്ന ഒരു ഫീച്ചർ ഐഫോണിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു ഇതാണ് നമ്മൾ ഈ കോൾ സിസ്റ്റം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് വാഹനങ്ങളിൽ നമ്മുടെ ഒരു SOSൻ്റെ ഒരു ബസർ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർക്ക് ആ കോള് പോവുകയാണ് അപ്പോൾ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ അവർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റെസ്പോൺസ് ടീമിനെ അല്ലെങ്കിൽ എമർജൻസി ടീമിനെ പോലീസിനൊക്കെ പെട്ടെന്ന് ആ സ്പോട്ടിലേക്ക് എത്താനും ആവശ്യമായ സഹായം നമുക്ക് നൽകാനും സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അപകടങ്ങൾ, ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് കൂടാതെ ഇപ്പോൾ ഒരുപാട് പേര് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ വന്നിട്ട്, ഇപ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നിട്ട് വണ്ടി ഒതുക്കുന്നുണ്ട് അവർ. ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് നീങ്ങാം. അല്ലെങ്കിൽ വണ്ടി ഒതുക്കി കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ഇതൊരാളെ അറിയിക്കാൻ പറ്റാതെ ചിലപ്പോൾ അവർ കൊളാപ്സ് ആയിട്ട് വാഹനങ്ങളിൽ കിടക്കുന്ന സിറ്റുവേഷനൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അവർക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപകടം കാണുകയാണെങ്കിൽ വേറൊരു ബാക്കിൽ വരുന്ന വാഹനത്തിനോ ഒക്കെ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് ഈ അതോറിറ്റീനെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ ആംബുലൻസിനും പോലീസിനൊക്കെ പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിലേക്ക്, അപ്പോൾ നമ്മൾ ആ ബസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്കിത് എവിടെ നിന്നാണ്, ഈ ലൊക്കേഷൻ നിന്നാണ് ഈ ഒരു കോള് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം അവർക്ക് പെട്ടെന്ന് ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ 4 മിനിറ്റായി ചുരുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് റെസ്പോൺസ് ടീംസ് എത്താനുള്ള സമയം 4 മിനിറ്റായി ചുരുക്കാനാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. ഈ കോൾ സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും വെക്കണം എന്ന് പറയുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത് എന്ന് മുതലാണ് ഇംപ്ലിമെൻ്റ് ആവുക, അല്ലെങ്കിൽ എന്ന് തൊട്ടാണ് ഇത് എല്ലാ വാഹനങ്ങളിലും വരിക എന്നുള്ളതൊന്നും നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതേപറ്റിയുള്ള വാർത്തകളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളിൽ ഇപ്പോൾ നിലവിൽ പുതിയ വാഹനങ്ങളിൽ നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സായിട്ടാണ് പുതിയ വാഹനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളിൽ ഓൾറെഡി ഈ സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ UK പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ ഫീച്ചറുള്ള വാഹനങ്ങളും അല്ലെങ്കിൽ ഈ ഫീച്ചറൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയെന്നോണമാണ് UAE ഇപ്പോൾ ഈ ഒരു സമ്പ്രദായം വരുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരുപാട് നമുക്ക് ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം
ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വാഹനം വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കാം നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളോ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒരു സൈഡാക്കി നിർത്താൻ ചിലപ്പോൾ സാധിച്ചെന്നും വരില്ല. അഥവാ സാധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഇൻഫർമേഷൻ അറിയിക്കാൻ നമ്മൾ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുന്ന മുമ്പ് തന്നെ ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഒരാളെ അറിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമല്ലേ. നമുക്ക് പെട്ടെന്ന് ആ വൈദ്യസഹായം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വണ്ടിയിൽ അങ്ങനെ കൊളാപ്സായി കിടക്കും, നമുക്കറിയാം അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിക്കേഷൻ കിട്ടേണ്ടതാണ് അതിൻ്റെ ആവശ്യകത. അല്ലെങ്കിൽ നമുക്ക് ആ കഴിഞ്ഞു പോകുന്ന ചെറിയ നിമിഷങ്ങൾ പോലും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം വരുന്നത് എന്തായാലും ഈ ഒരു അപകട നിരക്കും അതിനുള്ള മരണനിരക്ക് മെയിനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഈ മരണനിരക്ക് കാഷ്വാലിറ്റി ഒരുപാട് കുറയ്ക്കാൻ ഈ ഒരു ഉദ്യമം കൊണ്ട് സാധിക്കുന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോൾ നമ്മൾ എന്തായാലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. നമസ്കാരം.